നമസ്കാരം. കോൺഗ്രസ് ഹൈക്കമാൻഡിനെ ഞെട്ടിച്ചുകൊണ്ട് ഡൽഹി സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ അരവിന്ദർ സിംഗ് ലൗലി രാജിവച്ചിരിക്കുന്നത് വലിയ രാഷ്ട്രീയ സംഭവവികാസങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നു. എന്നാൽ താൻ മറ്റേതെങ്കിലും പാർട്ടിയിൽ ചേരുന്നില്ല എന്ന് അരവിന്ദർ രാജിക്ക് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഡൽഹിയിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ തനിക്ക് കഴിയുന്നില്ല എന്നാണ് മുഖ്യ പരാതി. താൻ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം രാജിവച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാർട്ടി ജനറൽ സെക്രട്ടറി ഇൻചാർജ് ദീപക് ബാബരയുടെ നിരന്തരമായ ഇടപെടൽ ചൂണ്ടിക്കാട്ടിയാണ് അധ്യക്ഷ പദവി അരവിന്ദർ സിംഗ് ലൗലി ഒഴിഞ്ഞത്. തനിക്ക് ഡൽഹി കോൺഗ്രസ് യൂണിറ്റിന്റെ പ്രസിഡന്റായി തുടരാൻ കഴിയില്ലെന്നും അദ്ദേഹം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് അയച്ച രാജിക്കത്തിൽ വ്യക്തമാക്കുന്നു. ബാബരയുടെ ഭരണത്തെ പല ഡൽഹി കോൺഗ്രസ് നേതാക്കളും എതിർത്ത നിരവധി സന്ദർഭങ്ങൾ അദ്ദേഹം പ്രസ്താവിച്ചു. ബാബരയ്ക്കെതിരായ അസംതൃപ്തരായ നേതാക്കളെ പുറത്താക്കാൻ താൻ കടുത്ത സമ്മർദ്ദത്തിലാണെന്നും ലൗലി പറഞ്ഞു. ബാബരയുമായുള്ള പ്രശ്നം മാത്രമല്ല അരവിന്ദറിന്റെ രാജിക്ക് കാരണം. ഡൽഹിയിലെ AAP സഖ്യം, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം എന്നിവയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും രാജിക്ക് കാരണമായതായി റിപ്പോർട്ടുകൾ ഉണ്ട്. ഇത് രണ്ടാം തവണയാണ് അരവിന്ദർ രാജിവെക്കുന്നത്. 2015 തെരഞ്ഞെടുപ്പിൽ 70-ൽ 67 സീറ്റുമായി AAP നിയമസഭാ തെരഞ്ഞെടുപ്പ് തൂത്തുവാരിയപ്പോഴായിരുന്നു ആദ്യ രാജി. തങ്ങളുടെ ചെലവിലെ AAPയുടെ വളർച്ചയിൽ അസ്വസ്ഥരായ കൂടുതൽ നേതാക്കൾ കോൺഗ്രസിൽ നിന്ന് രാജിവെക്കും എന്നും ശ്രുതിയുണ്ട്. പുറത്തുപോകുന്ന നേതാക്കൾ BJPയിൽ ചേരില്ലെങ്കിലും അഴിമതിക്കെതിരെ പുതിയ മുന്നണി രൂപീകരിക്കുമെന്നും സൂചനയുണ്ട്. എന്നാൽ അരവിന്ദറിൻ്റെ കാര്യത്തിൽ BJPയിൽ ചേരുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ചേരില്ല എന്ന ആദ്യ പ്രതികരണം മുഖവിലയ്ക്ക് എടുക്കാനാകില്ല. 2017-ൽ കുറച്ചു കാലത്തേക്ക് അരവിന്ദർ BJPയിൽ ചേർന്നിരുന്നു. തങ്ങൾക്കെതിരെ വ്യാജ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച് പൊറുതിമുട്ടിച്ച AAPയുമായുള്ള സഖ്യത്തിന് ഡൽഹി കോൺഗ്രസ് യൂണിറ്റ് എതിരായിരുന്നു എന്ന് അരവിന്ദർ ഖാർഗെയ്ക്കുള്ള രാജിക്കത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ AAPയുമായുള്ള സഖ്യം കാരണം കോൺഗ്രസിന് 3 സീറ്റ് മാത്രമാണ് കിട്ടിയത്. താൻ മത്സരിക്കാതെ പിന്മാറിയത് മറ്റ് മുതിർന്ന നേതാക്കൾക്ക് സീറ്റ് കിട്ടും എന്ന് ഉറപ്പാക്കാനായിരുന്നു. എന്നാൽ അതിനെ മാനിക്കാതെ 2 അപരിചിതർക്ക് 2 സീറ്റുകൾ പാർട്ടി നൽകിയെന്നും അരവിന്ദർ പറഞ്ഞു. നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ അരവിന്ദർ സിംഗ് ലൗലി മത്സരിക്കുമെന്നാണ് ആദ്യം കരുതിയിരുന്നത്. എന്നാൽ ആ സീറ്റിൽ കനയ്യകുമാറാണ് മത്സരിക്കുന്നത്. ലോക്സഭാ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിനെ തുടർന്നുണ്ടായ വിമത ശബ്ദങ്ങളെ അനുനയിപ്പിച്ച് പ്രശ്നം പരിഹരിക്കാൻ AICC മുതിർന്ന നേതാക്കൾ ആരും ഇടപെട്ടില്ല. എന്നാൽ തൻ്റെ നിലപാടിന് വിരുദ്ധമായി ഡൽഹിയുടെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി, മുൻ ഡൽഹി മന്ത്രി കൂടിയായ രാജ്കുമാർ ചൗഹാൻ, മുൻ MLA സുരേന്ദ്രകുമാർ തുടങ്ങിയവരെ സസ്പെൻഡ് ചെയ്യാൻ ആവശ്യപ്പെടുകയായിരുന്നു. നോർത്ത് വെസ്റ്റ് ഡൽഹിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഉദിത് രാജിൻ്റെ സമീപനത്തെയും അരവിന്ദർ വിമർശിക്കുന്നുണ്ട്. AAPയുടെ വ്യാജ പ്രചരണത്തെ ഉദിത് അംഗീകരിക്കുന്നതിലെ എതിർപ്പും കത്തിൽ അദ്ദേഹം പ്രകടിപ്പിക്കുന്നു. ചുരുക്കത്തിൽ ഡൽഹി കോൺഗ്രസിൽ കാര്യങ്ങൾ ഒട്ടും ഭദ്രമല്ല എന്നാണ് പുതിയ സംഭവവികാസങ്ങൾ തെളിയിക്കുന്നത്.